Hello everybody and welcome back. അപ്പോൾ നമ്മൾ CUET PG 2024ന്റെ ലൈഫ് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 37. Retroviruses are enveloped viruses that can be engineered to deliver how many bases of single-stranded RNA? ഓക്കെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്കറിയാം. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ പല ഓർഗാനിസംസിനെയും യൂസ് ചെയ്തിട്ട് ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യലുണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ആ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ജനറ്റിക് കണ്ടന്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള ന്യൂക്ലിക് ആസിഡ് മെറ്റീരിയൽ, ചിലപ്പോൾ RNA ആയിരിക്കും, ചിലപ്പോൾ DNA ആയിരിക്കും, എന്താണോ ആവശ്യം അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യണമെന്നും പറയാം. ഓക്കെ, അപ്പം അങ്ങനെ എഞ്ചിനീയർ ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വൈറസ് ആണ് എന്ത്? റെട്രോ വൈറസ് എന്ന് പറയുന്നത്. റെട്രോ വൈറസിന്റെ ഒരു ഫീച്ചർ പറയുമ്പോൾ നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഉള്ള വൈറസുകളാണ്. അതായത് RNA DNA ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വൈറസുകളാണ് എന്ത്? റെട്രോ വൈറസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതില് നമ്മൾ എഞ്ചിനീയർ ചെയ്യുമ്പോൾ ഒരു റെട്രോ വൈറസിന്റെ കേസിലാണെങ്കിൽ എത്രത്തോളം ബേസുകളെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. എത്ര ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RNA ആണെങ്കിലും DNA ആണെങ്കിലും അതിന്റെ ഓരോ യൂണിറ്റും ആണ് എന്ത്? ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ന്യൂക്ലിയോടൈഡ്സിന്റെ എത്ര ബേസുകൾ, ഇവിടെ സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഡബിൾ സ്ട്രാൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? പെയർസ് എന്ന് പറയും. ഓക്കെ, പെയർ ആയിട്ടാണ് നമ്മൾ എണ്ണം. ഓക്കെ, ഇവിടെ സിംഗിൾ സ്റ്റാൻഡ് ആയതുകൊണ്ട് ബേസ് എന്ന് വെച്ചു. അപ്പം എത്ര ബേസുകളാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ട കാര്യം തന്നെയാണ്. റെട്രോവൈറസിന്റെ കേസിൽ നല്ലോണം ഡെലിവർ ചെയ്യാൻ പറ്റും. ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ലാർജ് സീക്വൻസസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടർ ആണ് എന്ത്? റെട്രോവൈറസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, 8000 ബേസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Identify the correct sequence of given intermediates formed during glycolysis. ഗ്ലൈക്കോലിസിസ് നിങ്ങൾക്ക് അറിയാം, എവിടുന്നാ തുടങ്ങുക? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫൈനലി പൈറുവേറ്റ് ഫോം ചെയ്യുന്നതാണ് എന്ത്? ഗ്ലൈക്കോലിസിസ്. അതിന്റെ ഇടയിൽ കുറെ ഇന്റർമീഡിയറ്റ് ഫോംസ് ഉണ്ട്. അതിലുള്ള ചില ഇന്റർമീഡിയറ്റ് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് ഏതൊക്കെയാ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ലാക്ടേറ്റ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഈ 4 തന്നിട്ടുള്ളത്. ഇതിന്റെ പ്രോപ്പർ സീക്വൻസ് ഗ്ലൈക്കോസിന് പൈറുവേറ്റിലേക്ക് പോകുന്നതാണ് അതിന്റെ സീക്വൻസ്. അപ്പൊ ആ ഓർഡറിൽ ഏതാണ് ആദ്യം വരിക, ഏതാ പിന്നെ വരിക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോളിസിസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഫ്രക്ടോസ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് എന്തായി മാറുന്നുണ്ട്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നുണ്ട്. ആദ്യം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ആദ്യം ഒന്ന് വന്നതിന് ശേഷമാണ് പിന്നെ എന്ത് വരുന്നത്? രണ്ടാമത്തത് വരുന്നത്. അപ്പൊ 2 ഫോസ്ഫേറ്റ് വരുന്നത്. അപ്പം ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആദ്യം ഫോം ചെയ്യുന്നു. പിന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഏത് ഫേസിലാണ് വരുന്നത്? പ്രിപ്പറേറ്ററി ഫേസിലാണ് വരുന്നത്. ഗ്ലൈക്കോസിസിനെ നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് ആയിട്ടും പേ ഓഫ് ഫേസും ആയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ പ്രിപ്പറേറ്ററിയിലാണ് എന്ത് വരുന്നത്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റും വരുന്നത്. അപ്പൊ B കഴിഞ്ഞിട്ടാണ് എന്ത്? A. ഇനിയുള്ളത് ലാക്ടേറ്റും ഫോസ്ഫോയിനോൾ പൈറുവേറ്റും. നോർമലി ഉള്ള ഗ്ലൈക്കോലിസിസ് നിങ്ങൾ ലാക്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർമീഡിയറ്റിനെ കാണാറുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഗ്ലൈക്കോലിസിന്റെ സ്റ്റേജസ് പറയുന്നത് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യലാണ്. ഓക്കെ, ഇനി ലാക്ടേറ്റ് ഫോം ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ചെയ്തിരിക്കുന്ന പൈറുവേറ്റിന് ക്രെബ് സൈക്കിൾ എൻറ്റർ ചെയ്യാനുള്ള കണ്ടീഷൻ ഇല്ലാത്ത കേസിലോ അല്ലെങ്കിൽ വേറെ ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത കണ്ടീഷനിലൊക്കെ എന്താവും? പൈറുവേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അനേറോബിക് കണ്ടീഷനിൽ ലാക്ടേറ്റ് ഫോർമേഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ പൈറുവേറ്റിനെ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇനി ലാക്ടേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പൈറുവേറ്റിന് ശേഷം വരുന്നതാണ് ഏത്? ലാക്ടേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോലിസിന്റെ ബാക്കി സ്റ്റേജസിൽ പ്രിപ്പറേറ്ററിയിലാണെങ്കിലും പേ ഓഫിലാണെങ്കിലും എന്ത് വരുന്നില്ല? ലാക്ടേറ്റ് വരുന്നില്ല. അപ്പൊ പൈറുവേറ്റിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അപ്പം പിന്നെ D ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാ? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് എന്ന് പറയുന്നത് എന്താ? പൈറുവേറ്റിന് മുന്നേ ആണോ ശേഷമാണോ? പൈറുവേറ്റിന് മുന്നേ ഫോം ചെയ്യുന്ന മോളിക്യൂൾ ആണ് എന്ത്? ഇന്റർമീഡിയറ്റ് മോളിക്യൂൾ ആണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അപ്പൊ ഓർഡർ പറയുമ്പോൾ നമ്മൾ BADC ആണ് വരിക. BADC എന്ന് പറയുമ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 3 ആണ് അല്ലെ? ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് മനസ്സിലായല്ലോ അല്ലെ? ഗ്ലൈക്കോലിസിന്റെ സ്റ്റെപ്സിൽ നമ്മൾ കുറെ ഇന്റർമീഡിയറ്റ്സ് വരുന്നുണ്ട്. അതിലെല്ലാം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഗ്ലൈക്കോലിസിന്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ Aയും Bയും Dയും മാത്രമാണ് എന്ത്? ഗ്ലൈക്കോലിസിന്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ ലാക്ടേറ്റ് എന്താണ്? ലാക്ടേറ്റും ഗ്ലൈക്കോലിസിന്റെ ഭാഗമായിട്ട് തന്നെ പറയും, പക്ഷെ ഗ്ലൈക്കോലിസിന് ശേഷം വരുന്ന കാര്യമാണ്. ഓക്കെ, അത് എപ്പോഴും ഇല്ല, ചില കണ്ടീഷനിൽ മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് ദ അഡിഷൻ ഓഫ് ലിങ്കിങ് നമ്പർ LK by +2 to a relaxed DNA consisting of LK equal 200.
LK എന്ന് പറഞ്ഞാൽ എന്താ? ലിങ്കിങ് നമ്പർ. നേരത്തെ നമ്മൾ ടോപ്പ് ഐസോമറൈസ് പറഞ്ഞില്ലേ, ചേഞ്ച് ഓഫ് ലിങ്കിങ് നമ്പർ. ലിങ്കിങ് നമ്പർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണക്ഷൻസ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ 200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കിങ് നമ്പർ, നോർമലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു DNA 200 എന്ന് പറഞ്ഞ ലിങ്കിങ് നമ്പറിലേക്ക് നമ്മൾ രണ്ട് ലിങ്കിങ് നമ്പർ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ലിങ്കിങ് നമ്പർ, അവിടെ കോയിലിംഗ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിങ് എന്താവും? കുറച്ചും കൂടെ കോംപ്ലക്സ് ആവും, ഒന്നും കൂടെ ടൈറ്റ് ആവുക ചെയ്യാം. കണക്ഷൻ ഒന്നും കൂടെ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആവല്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ 200 എന്നുള്ള ലിങ്കിങ് നമ്പറിൽ നിന്ന് ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ടാവും? 202 ആയിട്ട് മാറും. +2 അല്ലേ വന്നിരിക്കുന്നത്, +2 ആയിട്ട് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 202 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ LK 200 നിന്ന് 202ലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് അതൊരു പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണോ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണോ എന്നാണ്. സൂപ്പർ കോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിലിംഗിന് തന്നെ കുറച്ചും കൂടെ കൺസ്ട്രക്റ്റഡ് ആയിട്ട്, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് കോയിലിംഗ് ആവുന്നതാണ് എന്ത്? സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർ കോയിലിംഗ് ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്താവണം? ആ തന്നിരിക്കുന്ന LK നമ്പറില്ലേ, അഡീഷണൽ LK നമ്പറില്ലേ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഓക്കെ, ഇവിടെ +2 എന്ന് വന്നിരിക്കുന്നത് എന്താ? ലിങ്കിങ് നമ്പർ +2 അല്ലേ. +2 എന്ന് പറയുമ്പോൾ 200 കൂടുതൽ രണ്ടാമത് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എന്തായിട്ടുണ്ട്? ടൈറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ടൈറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിലിംഗും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 1+1+1 ആണ് ശരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് കൂടുന്ന അതിന്റെ കൂടെ അടുത്തതും കൂടുന്നുണ്ട്. അപ്പം പോസിറ്റീവ് കോയിലിംഗ് ആണ് അവിടെ വരുന്നത്. പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ്. പ്ലസ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ്. മാത്രമല്ല LK നമ്പർ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 202 ആയിട്ട് മാറിയിട്ടുണ്ട്. സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടോ? സ്ട്രക്ചറിൽ മാറ്റം ഉണ്ട്. കാരണം കോയിലിംഗ് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറലി അതിന്റെ ഓറിയന്റേഷനും മാറുന്നില്ലേ. അപ്പൊ ചെറിയ രീതിക്ക് സ്ട്രക്ചറിലും ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് വിത്ത് LK is equal to 202. അപ്പൊ ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, the propagation of action potential in myelinated nerve fiber is faster because of continuous conduction, saltatory conduction, spontaneous conduction, intermittent conduction. പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നെർവ് സെൽസിൽ സിഗ്നൽസ് പോണത് ഷോർട്ട് ഇമ്പൾസസ് ആയിട്ടും ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ്. ഓക്കെ, ഇത് യൂഷ്വലി നല്ല ഫാസ്റ്റ് ആയിട്ട് പോണതാണ്. ആ യൂഷ്വൽ സ്പീഡിൽ തന്നെ മൈലിനേറ്റഡ് ആണെങ്കിൽ, മൈലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെർവ് ടിഷ്യൂവിന്റെ ആക്സോണമിൽ എന്തുണ്ടാവും? മൈലിൻ കവറിംഗ് ഉണ്ടാവും, മൈലിൻ ഷീറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ മൈലിൻ ഷീറ്റ്സുകൾ ഇങ്ങനെ യൂണിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ആക്സോൺ എന്ന് പറയുന്നത് ഒരു ലീനിയർ പോർഷൻ ആണ് നെർവ് സെല്ലിന്റെ. അവിടെ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാച്ചസ് ആയിട്ടുള്ള ഒരു എന്താ ലിപ്പിഡ്സ് ഒക്കെ കൂടെ ഉള്ള ഒരു റീജിയൻ ആണ്. ഓക്കെ, ഒരു സെല്ലല്ല, സെല്ലിന്റെ ഒരു റീജിയൻ ആണ്. ഓക്കെ, മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൈലിൻ ഷീറ്റിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ജോയിന്റ് കണക്ഷൻ പോയിന്റ് ഇല്ലേ, അതിനെയാണ് നോഡ് ഓഫ് രൺവീർ എന്ന് പറയാം. ഓക്കെ, അപ്പം മൈലിനേറ്റഡ് നെർവ് ഫൈബറിന്റെ കേസിൽ സാധാരണ ഉള്ളതിനേക്കാളും പ്രൊപ്പഗേഷൻ ഫാസ്റ്റർ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, മൈലിനേറ്റഡ് അല്ലാത്ത ഒരു നെർവ് ഫൈബറിൽ കണ്ടക്ഷൻ നടക്കുന്നത്, നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത് ആ സിഗ്നൽ ഇലക്ട്രിക് കണ്ടക്ഷൻ നടക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. മൈലിനേറ്റഡ് ആവുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചാടിച്ചാടിയാ പോവാ. അതായത് ആക്സോണിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ മൈലിൻ ഷീറ്റ് എത്തുമ്പോൾ ഇവര് മൈലിൻ ഷീറ്റിനെ സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ ജോയിനിങ് പോയിന്റിലേക്ക് പോകും. ഓക്കെ, ആ നോഡ് ഓഫ് രൺവീർ എന്ന് പറഞ്ഞ ജോയിനിങ് പോയിന്റ് ഇല്ലേ, അങ്ങോട്ട് ചാടും. അതേപോലെ വീണ്ടും ഓരോ മൈലിൻ ഷീറ്റിന്റെ ഇടയിലേക്ക് ചാടാൻ തുടങ്ങും. അപ്പൊ ആ മൂവ്മെന്റ് കാരണം അത് വളരെ സ്പീഡ് കൂടിയ ഒരു ട്രാൻസ്മിഷൻ ആവും അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ആവും. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ നോഡ് ഓഫ് റൺവീറിലേക്ക് ചാടി ചാടി പോകുന്ന ടൈപ്പ് ഓഫ് കണ്ടക്ഷനെ നമ്മൾ സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്നാ പറയാം. ഓക്കെ, സ്പോണ്ടേനിയസ്നോ കണ്ടിന്യൂസ്നോ ഇന്റർമീഡിയറ്റ് എന്ന് പറയില്ല, സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്നാ പറയാം. അത് ആ മൈലിൻ ഷീറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. മൈലിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലിൻ ഷീറ്റ് ഉണ്ട്. മൈലിൻ ഷീറ്റ്സ് കാരണം അവിടെ നോഡ് ഓഫ് റൺവീസ് ഉണ്ട്. രണ്ട് മൈലിൻ ഷീറ്റിന്റെ ഇടയിലുള്ള റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കില്ല മൈലിൻ ഷീറ്റ്, ഇടയിൽ ഇങ്ങനെ ബ്രേക്സ് ഉണ്ടാവും. ആ ബ്രേക്ക് ഉള്ള ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോഡ് ഓഫ് റൺവീറിലേക്ക് പോയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്നാ പറയാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഓപ്ഷൻ 2, സോൾട്ടേറ്ററി കണ്ടക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് അക്കോർഡിംഗ് ടു ദിയർ ലോവർ ടു ഹയർ ജീനോം സൈസ്. അപ്പൊ തന്നിരിക്കുന്നത് ലാംഡ T4, ലാംഡ ബാക്ടീരിയോഫേജ് ആണ്, T4 ബാക്ടീരിയോഫേജ് ആണ്. പിന്നെ ഉള്ളത് 5x174 ബാക്ടീരിയോഫേജും T7 ബാക്ടീരിയോഫേജും. ഇതൊക്കെ ഫേജസ് ആണ്. ഈ ഫേജസിന്റെ ഒക്കെ ജീനോം സൈസിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ജീനോം സൈസുകൾ അറിഞ്ഞാലേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും ചെറുത് വരുന്നത് 5x174 എന്ന് പറഞ്ഞ പേജാണ്. അതിന്റെ അപ്രോക്സിമേറ്റ്ലി ഒരു 5200 അബവ് ആ ഒരു റേഞ്ചിലാണ് എന്ത് വരുന്നത്? ജീനോം സൈസ് വരുന്നത്. പിന്നെ അപ്പൊ C ആണ് എന്ത്?
ഏറ്റവും ചെറുത്. അപ്പൊ ലോവർ ടു ഹയർ അല്ലേ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ലോവർ ടു ഹയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് സി ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഏതാ, എനിക്ക് തോന്നുന്നു T4 ആണ് വരുന്നത്. T4ൻ്റെത് വരുന്നത് 40,000 ആണ്. T4ൻ്റെത് 40,000ഉം ലാംഡൻ്റെത് 48,000ഉം ആണ്. T4ൻ്റെത് 40,000ഉം ലാംഡൻ്റെത് 48,000 ആണ്. സോറി, T4ൻ്റെതല്ല, T7ൻ്റെത് 40,000ഉം ലാംഡൻ്റെത് എന്താ, ലാംഡൻ്റെത് 48,000ഉം ആണ്. പക്ഷേ T4ലേക്ക് വരുമ്പോൾ അത് 1,68,000 ആയി മാറുന്നുണ്ട്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. 5 × 174 കേസിൽ 5,200 ആ ഒരു റേഞ്ചിലാണ്, 5,200 to 300 ആ റേഞ്ചിലാണ് ജീനോം സൈസ് വരുന്നത് ബേസ് പേഴ്സിന്റെ കണക്ക് പറയുമ്പോൾ. T7ന്റെ കേസിൽ 40,000 ആണ് വരുന്നത്. ലാംഡന്റെ കേസിലാണെങ്കിൽ അത് 48,000 ആയിട്ട് മാറും. 48,500 ആ ഒരു റേഞ്ചിലേക്ക് പോകും. T4ലേക്ക് വരുമ്പോൾ അത് 1,68,000 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർഡർ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, CDAB. CDAB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിന്റെ വാല്യൂസ് നിങ്ങൾ അറിഞ്ഞു വെക്കണുണ്ടോ, അല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. ജീനോം സൈസ് ഓരോന്നിന്റെ ഓർത്ത് വെച്ച് അതിനെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ജീനോം സൈസ് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. നമ്മള് 40,000 48,000 എന്നൊക്കെ പറഞ്ഞില്ലേ, അത് യൂഷ്വലി നമ്മൾ എഴുതുമ്പോൾ 40 കിലോ ബേസ് പെയർസ് അല്ലെങ്കിൽ 48.5 കിലോ ബേസ് പെയർ അങ്ങനെ എഴുതാം. കിലോ ബേസ് പെയർ എന്ന് എഴുതാം, KB എന്ന് എഴുതും. ഓക്കെ, അവിടെ ആ K മിസ് ആവരുത്. ഓക്കെ, 40 എന്ന് മാത്രം കണ്ടിട്ട് അത് ചെറുതാന്ന് എഴുതി പോരുത്. കിലോ എന്നുള്ള സാധനം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സീറോസ് ആഡ് ചെയ്യണം. ഇത്രയും 1000 ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അത് മാറിപ്പോരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the complete proteins produced by an organism at any one time is called. ഒരു ഓർഗാനിസംസിന് സ്പെസിഫിക് ആയിട്ട് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറെ ജീൻസ് ഉണ്ട് അല്ലെ. ജീനോമിൽ മൊത്തം പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടെങ്കിലും ജീന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്തുണ്ട്, സോറി, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജീൻസ് ഉണ്ട്. അപ്പം ഒരു ഓർഗാനിസത്തിന്റെ മൊത്തം സെറ്റ് ഓഫ് പ്രോട്ടീൻസിനെ, ഏതൊക്കെ പ്രോട്ടീൻസ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ പ്രോട്ടീൻസിനൊക്കെ മൊത്തം ഫോം ചെയ്യുന്ന ആ പ്രോട്ടീൻസിനെ പറയുന്നതാണ് എന്ത്, പ്രോട്ടിയോംസ്. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പ്രോട്ടീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പ്രോട്ടിയോം ആണ് കേട്ടോ പറയാം. അപ്പൊ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ക്രോമോസോംസ് പ്രസന്റ് ഇൻ അറാബിഡോപ്സിസ് താലിയാന. അറാബിഡോപ്സിസ് താലിയാന എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, ഇത് ജനറ്റിക്കലി പല എക്സ്പെരിമെന്റ്സിന് നമ്മൾ ഡെവലപ്മെന്റൽ ബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റൽ ബയോളജി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ് അറാബിഡോപ്സിസ് താലിയാന. താലിയാന എന്ന് എഴുതിയിട്ട് അത് പല എക്സ്പെരിമെന്റ്സിനും വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ജനറ്റിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, മോഡൽ ഓർഗാനിസം ആണ്. പ്ലാന്റ്സിന്റെ കേസിൽ പഠിക്കുന്ന ഒരു മോഡൽ ഓർഗാനിസം ആണ് എന്ത്, താലിയാന എന്ന് പറയുന്നത്. ഈ അറാബിഡോപ്സിസ് താലിയാനയിൽ എത്ര ക്രോമോസോംസ് ഉണ്ടെന്നാണ് ചോദ്യം. 8, 10, 12, 14. എന്താ ആൻസർ? താലിയാനെ പറ്റി പഠിച്ചവർക്ക് അറിയാം, താലിയാനയിൽ 5 പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ട് എന്നാ പറയല്. ഓക്കെ, 5 ക്രോമോസോംസ് എന്നാ പറയാ. 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതില് 10 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താ, 10 ക്രോമോസോം. 5 ക്രോമോസോംസ് എന്നുള്ളത് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള കാര്യമായിട്ടാണ് പറയല്. ഓക്കെ, ജനറലി നമ്മൾ എത്ര ക്രോമോസോം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞ് വിടലാണ്. ഓക്കെ, പക്ഷെ ഇവിടെ 5 എന്ന് പറഞ്ഞ ഓപ്ഷനേ തന്നിട്ടില്ല. അപ്പം ഓപ്ഷൻ ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് കൺഫ്യൂഷൻ വരരുത്. കാരണം 5ന് പകരം ഇവിടെ ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള 10 കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ, 10 ക്രോമോസോംസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. D. Harrell and Twort, Deedle and Tatum, Fleming, Griffith. List 2, bacterial transformation. 2, penicillin. 3, one gene, one enzyme hypothesis. 4, bacterial viruses. Bacterial viruses എന്ന് പറഞ്ഞാൽ ബാക്ടീരിയോ ഫേജുകൾ അല്ലെ. അപ്പൊ ഇതിൽ മാച്ച് ചെയ്യാനാണ്. ഒരു സൈഡിൽ സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡിൽ എന്ത് തന്നിട്ടുണ്ട്, പലതരം കണ്ടുപിടുത്തങ്ങൾ തന്നിട്ടുണ്ട്. അതിലിപ്പോ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് നോക്ക്. ഫ്ലെമിംഗ്, അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിങ്ങിന്റെ ബെസ്റ്റ് ഡിസ്കവറി, ഏറ്റവും ആദ്യം ഓർത്ത് വെക്കുന്ന ഡിസ്കവറി എന്താ, ആന്റിബയോട്ടിക് ഫോർമേഷൻ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഡിസ്കവറി. അത് ഏതായിരുന്നു, പെനിസിലിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫ്ലെമിംഗ് എന്താ, C2 വരുന്നത് ആകെ എയിലാണ്. അപ്പൊ ബാക്കിയുള്ളത് കറക്റ്റ് ആണോ നോക്ക്. D. Harrell and Twort, ബാക്ടീരിയൽ വൈറസസ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അത് ബാക്ടീരിയൽ വൈറസസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫേജസിനെ കണ്ടുപിടിച്ചത് ഹെറൽ ആൻഡ് ട്വോർട്ട് ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് ബീഡിൽ ആൻഡ് ടാറ്റം. നേരത്തെ നമ്മൾ ലീഡർബർഗ് ആൻഡ് ടാറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, കോൺജുഗേഷൻ പറഞ്ഞപ്പോ. അതേ ടേറ്റം തന്നെയാണ് ഇവിടെ, പക്ഷെ വേറെ സയന്റിസ്റ്റിന്റെ കൂടെയാണ്. ബീഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റിന്റെ കൂടെ എന്ത് കണ്ടുപിടിച്ചു, വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ്. ഒരു ജീനിന് ഒരു എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കോഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ എൻസൈം ആണ് വരിക എന്നുള്ള തിയറി കൊടുത്തത് ആരാ, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് കൊടുത്തത് ബീഡിൽ ആൻഡ് ടാറ്റം ആണ്.
ഫ്ലെമിങ്ങിന്റെത് പെനിസിലിൻ ആണ്. ഗ്രിഫിത്ത് ആണ് എന്ത് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ഫോം ഓഫ് എക്സ്ചേഞ്ച് ആണ് ബാക്ടീരിയന്റെ കേസ്. ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നമുക്ക് അറിയുന്നതാണ് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ട്രാൻസ്ഡക്ഷൻ ആണെങ്കിലും ഒക്കെ. ബാക്ടീരിയന്റെ പല ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആണത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് SDS ഇൻ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്? പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ SDS യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് നമ്മൾ എന്താ പറയാ, SDS പേജ് എന്ന് പറയാം. സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് പോളി ആക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, SDS പേജ്. അതിൽ SDS ഫംഗ്ഷൻ എന്താണെന്നാണ്. അപ്പൊ SDS നമ്മൾ എന്തിനായിരുന്നു ആഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം പ്രോട്ടീനെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കാനും, രണ്ടാമത്തത് അതിന്റെ സ്ട്രക്ചറിനെ ലീനിയർ ആക്കാനും. പ്രോട്ടീൻ എന്ന് പറയുന്നതിന് അതിന് ഫോൾസ് ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്തതിനു ശേഷം അതിനെ ലീനിയർ ആക്കി കൺവേർട്ട് ചെയ്യലും ആരാണ്? SDS ആണ്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ബാക്കി പോയിന്റ്സ് നോക്കും. ഒന്നാമത്തത് നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുക, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തത് സെപ്പറേറ്റ് ലിപ്പിഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ മോളിക്കുലർ വെയിറ്റ്. പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് അല്ലേ ക്വസ്റ്റ്യൻ തന്നെ, അപ്പൊ അതിൽ ലിപ്പിഡ്സിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പൊ ബി എന്തായാലും അല്ല. മൂന്നാമത്തത് മോഡിഫൈ നേറ്റീവ് കൺഫർമേഷൻ. നേറ്റീവ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താ, പ്രോട്ടീനെ ഫോൾഡ് ചെയ്ത സാധനത്തിനെ മോഡിഫൈ ചെയ്യാം, മോഡിഫൈ ചെയ്തിട്ട് ലീനിയർ ആക്കാം. അപ്പൊ സി കറക്റ്റ് ആണ്. അലൗസ് ഡയറക്റ്റ് ഡീസ്റ്റെയിനിങ് ഓഫ് പ്രോട്ടീൻസ്. SDS വെച്ചിട്ട് ഒരു എന്ത് നടക്കുന്നില്ല, സ്റ്റെയിനിങ് നടക്കുന്നില്ല. SDS ഒരു കളർലെസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സ്റ്റെയിനിങ് നടക്കാൻ നമ്മൾ വേറെ തന്നെ സാധനം ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതൊക്കെയാ വരുന്നത്? എ ആൻഡ് സി. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.